സ്വയം ചികിത്സ ചെയ്ത് വീട്ടിലിരിക്കാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അണുബാധയെ തുടർന്ന് നിർജ്ജലീകരണം, ക്ഷീണം, തളർച്ച, ബോധക്ഷയം, അസഹനീയമായിട്ടുള്ള പനി, രക്തമയമായിട്ട് മലം പോകുന്നു, വയറിളക്കം എന്നിവ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതാണ്. കുടലിന്റെ അകത്തുനിന്ന് ഇൻഫെക്ഷൻ മറ്റു ശരീരത്തിലേക്ക് സ്പ്രെഡ് ആകുന്നതിനെ തുടർന്ന് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് നമുക്ക് എങ്ങനെ തടയാനായിട്ട് സാധിക്കും? പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത ഭക്ഷണം മാത്രം ഉപയോഗിക്കുക. ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങൾ പ്രോപ്പറായിട്ട് ഫ്രിഡ്ജിന്റെ ടെമ്പറേച്ചറും ഫ്രീസറിന്റെ ടെമ്പറേച്ചറും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഹോട്ടൽ ഉടമകൾ എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇല്ല. നമ്മൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. മലിനമായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക. അത്രയ്ക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പുറമേ നിന്നുള്ള വെള്ളമൊക്കെ വാങ്ങിച്ചു കുടിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ കഴിവതും മുട്ട, മത്സ്യം, മാംസം എന്നിവ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത് തന്നെ കഴിക്കുക. ഇലക്കറികളും പച്ചക്കറികളെല്ലാം പ്രോപ്പറായിട്ട് വാഷ് ചെയ്തതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. കൈ കഴുകുന്ന കാര്യം ശ്രദ്ധിക്കുക. സോപ്പിട്ട് കൈ കഴുകേണ്ടതാണ്. എന്തെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടി സ്വയം ചികിത്സ ചെയ്യാതെ ശ്രദ്ധിക്കുക. ഇത് പടർച്ച എന്നുള്ളത് നമുക്ക് ഒരു പരിധി വരെ തടയാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെയും പ്രായമായവരുടെയും കാര്യത്തിൽ എന്തെങ്കിലും ആകുലത ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക.